ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം മൂലം തങ്ങൾക്ക് തൊഴിൽ ഇല്ലാതായി എന്നുള്ളൊരു പ്രശ്നമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് രീതിക്കാണ് നിങ്ങളുടെ ഒരു തൊഴിലിനെ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരെത്തുന്നതോടുകൂടി ബാധിക്കുന്നത്? അതായത് നമ്മൾക്ക് പണികൾ മാത്രമായിരുന്നു. ഇവരെ നമ്മൾ ആശ്രയിച്ചിരുന്നത് കട്ടിങ്ങിനും പോളിഷിനാണ്. ആ പോളിഷിനെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിരുന്നതാണ്. 24 മണിക്കൂർ ഇവർക്ക് പണി കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്യണത് നമ്മൾ പണിതിരുന്ന ആഭരണം മുഴുവൻ ഇവർക്ക് ഡിസൈൻ ഇടാൻ അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ഏതൊക്കെയോ അതൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറേ ആൾക്കാരും മറ്റുള്ളവരുടെ സപ്പോർട്ടും സഹായവും കൊണ്ട് ഒരു വളരെയധികം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. അത് പിന്നെ അത് തന്നെയല്ല, നമ്മളൊക്കെ വളരെ 100% ക്വാളിറ്റിയുള്ള ആഭരണം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചെമ്പും കാര്യങ്ങളൊക്കെ. ഇവരെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറഞ്ഞ പലയിടത്തും പല റേറ്റിൽ കിട്ടുമല്ലോ, അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ആഭരണങ്ങൾ ഈ ചെമ്പ് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവർ അതിലും വില കുറച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇതര സംസ്ഥാനക്കാർ ഇവിടെ വരാനായിട്ട് കാരണം നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിലെടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല എന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളുടെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? അത് മറ്റുള്ള തൊഴിലുകളുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കൽപ്പണിക്കാർ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ മടി കാണിച്ചിരുന്നു. പക്ഷേ ഞങ്ങളെ പോലുള്ള ആൾക്കാർ അങ്ങനെയല്ല. രാവ് പോലും പണിതിട്ടാണ് ഞങ്ങൾ ഈ ആഭരണങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നിമിഷം പുറത്തേക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇത് ഇല്ല, അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഞങ്ങൾ രാവ് പകൽ പണിയുന്നവരാണ്. ആ രാവ് പകൽ പണിയുന്നതുകൊണ്ടാണ് ഇവർക്ക് മുഴുവൻ ഞങ്ങൾക്ക് പണി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത്, കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം എന്നുള്ള രീതിക്കാണിത്? ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പറയണത് ഇവർക്ക് ഇവരുടെ കട്ടിങ് പോളിഷിംഗ് ആയിട്ടുള്ള തൊഴിൽ ഞങ്ങൾ എത്ര വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. അത് ഇവർ എത്ര പേരോടെ കൊണ്ടുവന്ന് പണിതോട്ടെ. പക്ഷേ ഞങ്ങളുടെ പണിയുന്ന ആ ഡിസൈനുകൾ പണിത് കടകളിൽ വില കുറച്ച് കാണിക്കരുത്. പിന്നെ അതുപോലെ ഈ മെറ്റലിൽ മായം ചേർത്ത മെറ്റൽ സാധനങ്ങളും ഉപയോഗിക്കരുത്. എന്താ നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഞങ്ങളുടെ എല്ലാവരുടെ ഒരു അഭിപ്രായം ഞങ്ങൾ ഒപ്പാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു തന്നെയാണ്. ഞങ്ങൾ അതിനായിട്ടാണ് എല്ലാവരും കൂടി ഇപ്പോൾ ഇത് ഇറങ്ങി തിരിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതിലെന്തായാലും ഒരു തീരുമാനം, നമുക്ക് നല്ലൊരു തീരുമാനം വേണം. തീർച്ചയായും. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം തങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇനിയും ഇതിൽ നിന്ന് യാതൊരു വിധത്തിലും ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാവും ഇവർ നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.